നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെ നിറകതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ഇല്ലനിറയുടെ തുടർച്ചയായ തൃപ്പൂത്തിരി ഓഗസ്റ്റ് 30-ന് ആഘോഷിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർപേഴ്സണ് ഊഷ്മളമായ അനുമോദനമൊരുക്കി നഗരസഭാംഗങ്ങൾ. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ നിറകതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. നിറയ്ക്ക് ആവശ്യമായ 1000-ലധികം നെൽക്കതിർ കറ്റകൾ ഇന്നലെ രാവിലെ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരുന്നു. അടിയന്തര പ്രവൃത്തിക്കാരായ പത്തുകാർ വാര്യന്മാർ രാവിലെ കിഴക്കേ ഗോപുരത്തിനു മുൻവശം ശുദ്ധമാക്കിയ ശേഷം അരിമാവണിഞ്ഞ് വലിയ നാക്കിലകൾ സമർപ്പിച്ചു. തുടർന്ന് അഴീക്കൽ, മനയം എന്നീ പാരമ്പര്യ അവകാശ കുടുംബങ്ങളിലെ അംഗങ്ങൾ കതിർക്കറ്റകൾ തലച്ചുമടായി കൊണ്ടുവന്ന് 3 തവണ വലം വെച്ച ശേഷം നാക്കിലയിൽ സമർപ്പിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി കീഴേടം വാസുദേവൻ നമ്പൂതിരി ഉണങ്ങലരിയിട്ട ഓട്ടുരുളിയിൽ ആദ്യ കതിർക്കറ്റകൾ വെച്ച് ഉരുളി തലയിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇദ്ദേഹത്തിന് പിന്നാലെ 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാരും കതിർക്കറ്റകളുമായി അനുഗമിച്ചു. ഗുരുവായൂരപ്പന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാന് ദർശിക്കാൻ തക്കവിധം കതിർക്കറ്റകൾ സമർപ്പിച്ചു. ആല്, മാവ്, പ്ലാവ്, അല്ലി, ഇല്ലി, ഒടിച്ചുകുത്തി, ദശപുഷ്പം തുടങ്ങിയ നിറക്കോപ്പുകളുമായി അലങ്കാരം ഒരുക്കി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തി. ഇതിനുശേഷം ചൈതന്യവത്തായ കതിർ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തിയതോടെ ഇല്ലനിറ ചടങ്ങ് പൂർത്തിയായി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കതിരുകൾ വാങ്ങാൻ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇല്ലനിറയുടെ തുടർച്ചയായ തൃപ്പൂത്തിരി ഓഗസ്റ്റ് 30-ന് നടക്കും. പുതുനെല്ലിന്റെ അരികൊണ്ട് പായസമുണ്ടാക്കി ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണ് തൃപ്പൂത്തിരി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ 5 ലിറ്റർ വാറ്റു ചാരായവുമായി പ്രതി അറസ്റ്റിൽ. ചാലക്കുടി റേഞ്ചിലെ ചായപ്പൻകുഴി ചൂളക്കടവ് താമസിക്കുന്ന പാണംപറമ്പിൽ ദാസൻ എന്ന ശിവദാസനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ N. സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. ചായപ്പൻകുഴി, കുറ്റിച്ചിറ ഭാഗങ്ങളിൽ വാറ്റു ചാരായത്തിന് വൻ ഡിമാൻഡാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, V. ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K. ലത്തീഫ്, ഷെയ്ഖ് അഹദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കി എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്നാരോപിച്ച് 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഡയറക്ടർമാരായ മനോജ് പൂവത്തിങ്കൽ, മാക്കോത്ത് ഗോവിന്ദൻകുട്ടി എന്നിവർ രാജിവെച്ചതായി മിനിറ്റ്സിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഇവരെ ബോർഡിൽ നിന്ന് പുറത്താക്കിയതായും ആരോപണമുണ്ട്. 7 വർഷമായി ജോലി ചെയ്യുന്ന ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ കാരണമില്ലാതെ പിരിച്ചുവിട്ടതായും പരാതിയുണ്ട്. പ്രസിഡന്റ് നിലവിലുള്ള നടപടികൾക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുകയുണ്ടായി. ആ അവിശ്വാസം രേഖപ്പെടുത്തിയതിൽ പ്രസിഡന്റിന് ഭൂരിപക്ഷമില്ല എന്ന് മനസ്സിലാക്കുകയും ആ അവിശ്വാസത്തിൽ ഒപ്പിട്ട് 2 പേരുടെ
രാജി അയാൾ വ്യാജ രേഖ ഉണ്ടാക്കിയിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഓണക്കാലത്ത് വേലൂര് ബാങ്കിന്റെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്നും പ്രസിഡന്റ് നീക്കം ചെയ്യുകയുണ്ടായി. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രസിഡന്റാണ് വേലൂര് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിൽ ഉള്ളതുമാണ്. ഡ്രൈവർ മനോജും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. സണ്ണി വടക്കൻ, രവി വട്ടംപറമ്പിൽ, ഷൈനി ഫ്രാൻസിസ്, ജോസ് ഒലക്കെങ്കിൽ, മനോജ് പൂവത്തിങ്കൽ, മാക്കോത്ത് ഗോവിന്ദൻകുട്ടി, PR മണികണ്ഠൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം ഇവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സ് രേഖപ്പെടുത്തി ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനു ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റുവാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. അവര് ലോൺ എടുത്ത് കുടിശ്ശികയായി. സഹകരണ നിയമപ്രകാരം അവർ അയോഗ്യരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2 ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചത്. രാജിവെച്ചതിന്റെ പിറ്റേ ദിവസം രാജി പിൻവലിക്കണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. രാജി മിനിറ്റ്സിൽ എഴുതുകയും രാജി അംഗീകരിക്കുകയും ചെയ്തത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് എനിക്കെതിരെ അവിശ്വാസം കൊടുക്കുകയാണ് ഉണ്ടായത്. അവിശ്വാസം കൊടുത്ത് അത് കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണ്. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകി തന്നെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ പുറത്താക്കി പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കാനുള്ള ചിലരുടെ ഗൂഢതന്ത്രമാണ് അവിശ്വാസ പ്രമേയത്തിനും പ്രതിഷേധത്തിനും പുറകിലെന്നും പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂട്ടിച്ചേർത്തു. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. തന്നെയുമല്ല, ഈ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഡ്രൈവർ എനിക്കെതിരെ വലിയൊരു ഭീഷണി മുഴക്കുകയും അതിഥി തൊഴിലാളികളെ വെച്ച് എന്നെ അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഇയാൾ പറഞ്ഞതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുകയും അവരെ വിളിച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ജോസേട്ടനടക്കമുള്ള ആളുകളെ വിളിച്ച് അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. ചാവക്കാട് ബീച്ച് കോളനിപ്പടിയിൽ സ്വകാര്യ ബസും ഓട്ടോയും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ബ്ലാങ്ങാട് ബീച്ച് സ്വദേശി VV അഷ്റഫിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മുനയ്ക്കക്കടവ് ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് യാത്രക്കാരുമായി പോയിരുന്ന ഫ്രണ്ട്സ് എന്ന സ്വകാര്യ ബസിന് പുറകിൽ കോളനിപ്പടി ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അഷ്റഫിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഓട്ടോയിൽ മറ്റ് യാത്രക്കാർ ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളുടെ ഏകോപനത്തിലും രൂപീകരണത്തിലും നിർണായക പങ്കുവഹിക്കുന്ന DPCയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സൗമ്യ അനിലൻ പ്രതികരിച്ചു. കുന്നംകുളം നഗരസഭയുടെയും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന മുന്നേറ്റത്തിന് കരുത്തുപകരുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നും തന്നെ പിന്തുണച്ച പാർട്ടി നേതൃത്വത്തിനും ജനപ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നതായും അവർ വ്യക്തമാക്കി. DPC അംഗമായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ ജോൺ കൗൺസിലർമാർക്ക് വേണ്ടി ചെയർപേഴ്സണെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, ആർഷ ജിജു, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ എതിരില്ലാതെ DPC അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്.
3 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകൾ തിരികെ ലഭിച്ചതിൽ നന്ദി സൂചകമായി മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ കൃതജ്ഞതാ ദിനം ആചരിച്ചു. 1998 മുതൽ തർക്ക വിഷയമായിരുന്ന മാനേജ്മെന്റിന്റെ കാര്യത്തിലാണ് ജൂലൈ 31 ഇടവകയ്ക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവായത്. കൃതജ്ഞതാ ദിനത്തോടനുബന്ധിച്ച് ദേവാലയത്തിൽ 12 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയും തുടർന്ന് മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ജപമാല റാലിയും നടന്നു. തീർത്ഥകേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് നടന്ന കൃതജ്ഞതാ ബലിയർപ്പണത്തിന് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് അളൂർ തീർത്ഥകേന്ദ്രത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ടവറിന്റെയും മറ്റം സ്കൂളിൽ ആരംഭിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ശിലകളുടെയും ആശീർവാദം നടത്തി. തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന് ചുറ്റും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വികാരി ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മെബിൻ കീറ്റിക്കൽ, പള്ളി ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക സേവനത്തിലൂന്നിയ കലാപ്രവർത്തനം നടത്തുന്ന CL സണ്ണിയുടെ സർഗസപര്യയ്ക്ക് സുവർണ ജൂബിലി. കലാജീവിതത്തിൽ 50 ആണ്ടുകൾ പിന്നിടുന്ന ആർട്ടിസ്റ്റ് സണ്ണിക്ക് കുന്നംകുളത്ത് ആദരമൊരുക്കി. നാടിന്റെ പൊതുയിടങ്ങളിൽ ബോധവൽക്കരണത്തിന്റെയും ചിന്തകളുടെയും സന്ദേശങ്ങൾ എഴുതി സജീവമായ തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പാസ്റ്റർ CL സണ്ണിയുടെ കലാജീവിതത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായാണ് സ്നേഹസംഗമവും അവാർഡ് ദാനവും നടത്തിയത്. കുന്നംകുളം ലിവ ടവർ ദർബാർ ഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖരും 50ഓളം ചിത്രകലാകാരന്മാരും പങ്കെടുത്തു. പ്രശസ്ത കലാകാരനും മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റുമായ മദനൻ ചടങ്ങുദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നടൻ വിജയൻ പള്ളിക്കര, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി രാജു ചുങ്കത്ത്, ഡോക്ടർ സാജൻ C ജേക്കബ്, തൃശൂർ ജില്ലാ ചിത്രകലാ പരീഷത്ത് പ്രസിഡന്റ് സോമൻ അധീന, സെക്രട്ടറി ആർട്ടിസ്റ്റ് ഹരിദാസ്, കവയത്രിയും ചിത്രകാരിയുമായ ആർട്ടിസ്റ്റ് അനിത വർമ്മ, അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര അവാർഡ് ജേതാക്കളും സിനിമാരംഗത്തെ സജീവ സാന്നിധ്യങ്ങളുമായ അജയൻ ചാലിശ്ശേരി, അപ്പുണ്ണി സാജൻ, ഇന്ദുലാൽ കാവീട് എന്നീ കലാകാരന്മാരെ ആദരിച്ചു. 85 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാരായ ആർട്ടിസ്റ്റ് ബൈറൻ, ചെറിയാൻ വിദ്യാസാഗർ എന്നിവരെ പൊന്നാടണിയിച്ചു. 50-ൽ പരം വർഷമായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ ചുവർ ചിത്രങ്ങളിലൂടെയും സൈൻ ബോർഡുകളിലൂടെയും നിറസാന്നിധ്യമായിരുന്ന ആർട്ടിസ്റ്റ് സണ്ണിയെ കലാകാരന്മാർ ചേർന്ന് ആദരിച്ചു. പരസ്യകലയിൽ ഒരു പുതിയ സൃഷ്ടി അവതരിപ്പിച്ച സിന്യ അനിലിനെ പ്രത്യേക അവാർഡ് നൽകി അനുമോദിച്ചു. കുന്നംകുളത്തു നിന്നും മൺമറഞ്ഞുപോയ 15ഓളം കലാകാരന്മാരെ അനുസ്മരിച്ചു. സദസ്സിൽ വരുന്നവരെ ലൈവായി വരയ്ക്കുന്ന പരിപാടിയിൽ ആർട്ടിസ്റ്റ് കാർത്തികേയൻ ചിത്രങ്ങൾ തത്സമയം വരച്ചു നൽകി. ചടങ്ങിന് ഉദയൻ, ജയപ്രകാശ്, ഷെരീഫ്, രാജൻ, സുനിൽ, ഗോപികൃഷ്ണൻ, ഷൈനി കക്കാട് എന്നിവർ നേതൃത്വം നൽകി. സന്യ അനിൽ സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ ഇല്ലനിറ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. രാവിലെ 8:30-നും 9:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം നടയിലെത്തിച്ച കതിർക്കറ്റകൾ മേൽശാന്തിയും കീഴ്ശാന്തിക്കാരും തലച്ചുമടായി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി പൂജകൾ നടത്തി. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബാലകൃഷ്ണൻ നരിയമ്പുള്ളി, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പുതുതായി സ്ഥാപിച്ച കാർഷിക വിപണന കേന്ദ്രം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്നതിനും ഉപഭോക്താക്കൾക്ക് വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനുമായാണ് ഈ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കുന്നംകുളം നഗരസഭാ കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് കർഷകർക്ക് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, വാർഡ് കൗൺസിലർ റോഷിത്ത്, കൗൺസിലർ ശ്രീജിത്ത് ആവേൻ, കൃഷി ഓഫീസർ ജയൻ, നിരവധി കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണവിശേഷം.
ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. അമ്പാടി കൂട്ടായ്മയാണ് 10 അടിയോളം നീളമുള്ള ഉണ്ണിക്കണ്ണന്റെ പൂക്കളം തീർത്തത്. ഇല്ലനിറയായതിനാൽ ശംഖ് പിടിച്ച ഉണ്ണിക്കണ്ണനെയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയത്. പ്രശസ്ത കുരുത്തോല കലാകാരനായ സുബ്രഹ്മണ്യൻ കുരുത്തോലയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് പൂക്കളം തയ്യാറാക്കിയത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, കണ്ണൻ പന്തായിൽ, സുരേഷ് നായർ പാലിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, മെൽവിൻ കൊമ്പൻ, നന്ദൻ തുവാര, ടി മിന്നു എന്നിവർ നേതൃത്വം നൽകി. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. കർഷക സേവന കേന്ദ്രം കർഷക കൂട്ടായ്മയിലെ ഭൂ ഉടമകളായ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. അംഗ സമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 10 വർഷം നെൽകൃഷിക്ക് നേതൃത്വം നൽകിയ ഡയറക്ടർ PO സണ്ണി, മികച്ച ക്ഷീര കർഷകൻ AD ലോറൻസ് എന്നിവരെയും ആദരിച്ചു. ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ സണ്ണി പുലിക്കോട്ടിൽ, VA സജീഷ്, പ്രേമ പുരുഷോത്തമൻ, ലിജി ലോറൻസ്, സരസ്വതി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുന്നൂർകുളം സർവീസ് സഹകരണ ബാങ്ക് നീതി സൂപ്പർ മാർക്കറ്റിൽ ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ CP മോളി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ KP ധർമ്മൻ എന്നിവർ മുഖ്യാതിഥികളായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് PP ബാബു, ബാങ്ക് ഡയറക്ടർമാരായ മൂസ ആലത്തയിൽ, ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, മുഹമ്മദ് അലി കോറോത്തയിൽ, രമണി അശോകൻ, ടിപ്പു സുൽത്താൻ, രാജേഷ് പാഴിയൂർ, യശോധര മോഹനചന്ദ്രൻ, കബീർ TC, പ്രയേഷ് AD, സെക്രട്ടറി AK സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഓണ വിപണിയിൽ മാർക്കറ്റിൽ 2000 രൂപയോളം വില വരുന്ന 19 ഇനം നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് 1350 രൂപയ്ക്ക് ലഭിക്കും. ബാങ്കിന്റെ അണ്ടത്തോട് ബ്രാഞ്ചിലും വിതരണം ഉണ്ടായിരിക്കും. കുന്നംകുളം നഗരസഭ തെക്കേപ്പുറം വാർഡിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വലിയങ്ങാടി മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ശ്രീജിത്ത് ആവൻ, കൗൺസിലർ ജിഷ ബേബി, തൊഴിലുറപ്പ് അക്രഡിറ്റഡ് എഞ്ചിനീയർ സാന്ദ്രമോൾ, വൈഷ്ണ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തയിലേക്ക്. എളവള്ളി ഇനി മധുര പഞ്ചായത്ത്. നവമണലൂർ കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്ത്, കൃഷിഭവൻ, കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 22 ഇനം മധുര കിഴങ്ങുകളുടെ കൃഷിക്ക് തുടക്കം കുറിച്ചു. കാക്കശ്ശേരി പടിവരമ്പിൽ തൂവാനൂർ പറമ്പിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം തുളസി രാമചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, CR രാഗേഷ്, കൃഷി ഓഫീസർ NT ഫ്രെഡി എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച 22 ഇനം മധുരക്കിഴങ്ങാണ് എളവള്ളി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 51 യൂണിറ്റുകളിലായി കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ വാഹനമായ മൂഷിക രൂപം സമർപ്പിച്ചു. പഞ്ചലോഹത്തിൽ തീർത്ത മൂഷിക രൂപത്തിന് 6 കിലോയിൽ അധികം തൂക്കമുണ്ട്. അക്കിക്കാവ് സ്വദേശി ഷാജി പാറയിൽ എന്ന ഭക്തനാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി കലശമാടിക്കൊണ്ടാണ് പ്രതിഷ്ഠിച്ചത്. തെക്കേക്കര സിൽവർ ജ്വല്ലറി ഉടമ തോമസിന്റെ നേതൃത്വത്തിലാണ് മൂഷിക രൂപത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, ട്രഷറർ ഭാസ്കർ കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. മാതൃസമിതി അംഗങ്ങളും കർമ്മസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും സമർപ്പണത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കടയ്ക്ക് തുടക്കമായി. തലക്കോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ച കടയുടെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി കർഷക കടയിലെ ആദ്യ വിൽപ്പന കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യന് നൽകി നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KG ജയൻ, CPIM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ,
കർഷക സംഘം കേച്ചേരി മേഖലാ സെക്രട്ടറി PS സന്ദീപ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കർഷക സംഘം നേതാക്കളായ KP രമേശ്, AV വില്യംസ്, ലിയോൺസ് ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ന്യായവില ലഭിക്കുന്ന തരത്തിൽ കർഷക കടയിൽ കൈമാറാൻ കഴിയും. വിഷരഹിതവും അമിത രാസവള പ്രയോഗവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് കർഷക കടയിലൂടെ ലക്ഷ്യമിടുന്നത്. മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് പള്ളിക്ക് മുൻവശം ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ഏനാമാവ് കെട്ടുങ്ങൽ V-കെയർ ആംബുലൻസും പൂവത്തൂരിലെ ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപുലീകരിച്ച നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്ന് തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഗുരുവായൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ AKG സദനത്തിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട് അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി MK സുനിൽ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി PP ബ്രിജേഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, CITU ഗുരുവായൂർ കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുമ വിജയൻ, TA ഷജീർ, VV നിർമ്മല എന്നിവർ സംസാരിച്ചു. ആറ്റത്ര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ 70ാമത് വാർഷികവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാള് സംയുക്തമായി ആഘോഷിച്ചു. പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലി, പ്രാർത്ഥനാ സംഗമം എന്നിവ നടന്നു. ആനിമേറ്റർ മദർ ലിറ്റി ജോസഫ് CSS, തൃശൂർ അതിരൂപത സീനിയർ CLC ജനറൽ സെക്രട്ടറി ജെയ്സൺ AJ, സീനിയർ CLC യൂണിറ്റ് പ്രസിഡന്റ് അലക്സ് വിൻസെന്റ്, കോർഡിനേറ്റർ സജി AJ എന്നിവർ സംസാരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം നടന്നു. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിലെ പാതുവ സ്ക്വയറിൽ നടന്ന സമ്മേളനം KLM അതിരൂപത പ്രസിഡന്റ് മോളി ജോബി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PI ഷാജു അധ്യക്ഷനായി. എളവള്ളി ഇടവക വികാരി ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. അതിരൂപത KLM UTA കൺവീനർ ഷാജു ആന്റണി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എളവള്ളി യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ, അതിരൂപത മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സൈമൺ വടുക്കൂട്ട്, മറ്റം ഫൊറോന പ്രസിഡന്റ് ഔസേപ്പ് എളവള്ളി, പാലയൂർ ഫൊറോന പ്രസിഡന്റ് TJ ഷാജു, പറപ്പൂർ ഫൊറോന പ്രസിഡന്റ് ഡേവിസ് ചിറ്റ്ലപ്പിള്ളി, CK ജോയ് എന്നിവർ സംസാരിച്ചു. ബാലഗോകുലം കുന്നംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മലയാള പഞ്ചാംഗം കലണ്ടർ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു. ബാലഗോകുലം താലൂക്ക് കാര്യദർശി വേണു കടവല്ലൂർ, സഹകാര്യദർശി സജി ആർത്താറ്റ്, ഭഗിനി പ്രമുഖ് രേഷ്മ അനിൽ, ഉപാധ്യക്ഷൻ ഗിരീഷ് ചൊവ്വന്നൂർ, സമിതി അംഗം ലാൽ കടവല്ലൂർ, ബാലസമിതി പ്രവർത്തകരായ നിവേദ് ആർത്താറ്റ്, സെക്രട്ടറി ദേവനന്ദ ആർത്താറ്റ്, അംഗങ്ങളായ ആദിദേവ് കടവല്ലൂർ, ഹൃതിക ഗിരീഷ്, ഗീതിക ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവ്വറിൽ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഫസലുദ്ദീൻ കമറുദ്ദീനിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങിയാണ് തങ്ങൾ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ മുഖ്യ രക്ഷാധികാരിയായും CH റഷീദ്, ASM അസ്ഹർ അലി തങ്ങൾ, ഫസലുദ്ദീൻ കമറുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും VK യൂസഫ് മാസ്റ്റർ ചെയർമാനായും RI ഇസഹാഖ് വർക്കിംഗ് ചെയർമാനുമായുള്ള നിർമ്മാണ കമ്മിറ്റിയാണ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ RI ഇസഹാഖ്, ജനറൽ കൺവീനർ PA സാദിഖ്, ട്രഷറർ നൂറുദ്ദീൻ വെട്ടുകാട് എന്നിവർ സംബന്ധിച്ചു. മറ്റു ഭാരവാഹികളും ഓഫീസ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ചെമ്മണ്ണൂർ കുടുംബയോഗത്തിന്റെ 26ാമത് വാർഷികം അഞ്ഞൂർ കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു. പോർക്കുളം സെന്റ് ആദാശ്ലീഹ പള്ളി വികാരിയും കുടുംബയോഗം പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂരിന്റെ അധ്യക്ഷതയിൽ പഴഞ്ഞി MD കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ റെജിമോൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് ട്രെയിനറും സംരംഭകനുമായ ഷാജൻ മാറൂക്കി മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 വിജയികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചു. നവജാത ശിശുക്കളെയും നവദമ്പതികളെയും ആദരിച്ചു. ഫാൻസി സണ്ണി, CC വർഗീസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജൂബി C ജോർജ്, ട്രഷറർ CT മിൽട്ടൺ എന്നിവർ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉപഹാര വിതരണവും ഉണ്ടായിരുന്നു. അബി T സ്വാഗതവും അനു റിജു നന്ദിയും പറഞ്ഞു.
മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ച അന്നദാതാക്കൾക്ക് ആദരമർപ്പിച്ച് നാടെങ്ങും കർഷക ദിനാചരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവനുകളുടെയും സംയുക്ത നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചും കൃഷിയുടെ മഹത്വം ഉയർത്തിക്കാട്ടിയും പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. മന്നലാകുന്ന് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് തൈ നട്ടും വിത്തുപാകിയും ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി പരിസ്ഥിതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളാണ് കാർഷിക പ്രവൃത്തി ചെയ്യുന്നത്. PTA പ്രസിഡന്റ് അസീസ് മന്നലാകുന്ന്, SMC ചെയർമാൻ യൂസഫ് തണ്ണിത്തുറക്കൽ, സബ് കമ്മിറ്റി അംഗങ്ങളായ ജംഷിയ, സീനത്ത്, EP ഇൻചാർജ് നജ്മുനീസ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 12ഓളം വിഭാഗങ്ങളിലുള്ള കർഷകരെയാണ് ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഞ്ചായത്തിന്റെയും ചൂണ്ടൽ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാഘോഷം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ശൈലജ പുഷ്പാകരൻ, ജൂലറ്റ് വിനു, സച്ചിൻ പ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജിനി, രമ വേലായുധൻ, ആൻഡോ പോൾ, കൃഷി ഓഫീസർ CM ഭുവന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുന ദേവി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, മേഖലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മുതിർന്ന കർഷകൻ ഫ്രാൻസിസ് തെക്കേക്കര, മികച്ച കർഷക തൊഴിലാളി ശശി പൊന്നരാശ്ശേരി, മികച്ച ജൈവ കർഷകൻ K ജയരാജൻ, മികച്ച വനിതാ കർഷക തങ്ക കുമാരൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ അലൻ ജോയ്, മികച്ച പട്ടികജാതി കർഷകൻ KC ചന്ദ്രൻ, മികച്ച നെൽ കർഷകൻ MB ശിവദാസൻ മണ്ടകത്തിങ്കൽ, മികച്ച ക്ഷീര കർഷകൻ മുഹമ്മദ് കുട്ടി പുതുവീട്ടിൽ, മികച്ച പച്ചക്കറി കർഷകൻ RM സിദ്ദിഖ്, മികച്ച സ്ഥാപനം ഐശ്വര്യ അംഗൻവാടി പെരക്കാട്ടുവയ്യൂർ, മികച്ച യുവകർഷക അമൃത അങ്കദൻ, മികച്ച സമ്മിശ്ര കർഷകൻ MA മുരളീധരൻ, മികച്ച പഴവർഗ കർഷകൻ സേവി ജേക്കബ് K എന്നിവരെ ചടങ്ങിൽ MLA ആദരിച്ചു. കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി തൈ വിതരണം ചെയ്തു. പോർക്കുളം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുധീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സുഷ്ന സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് കാർഷിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കർഷകരെ ആദരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ C സൂര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CG സാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, CDS ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, വിവിധ വാർഡ് മെമ്പർമാർ, പാടശേഖര സമിതി ഭാരവാഹികൾ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും വാദ്യമേള ആഘോഷങ്ങളുടെ അകമ്പടിയോടെ കാർഷിക ദിന ഘോഷയാത്ര ആരംഭിച്ച് ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച പാടശേഖരമായി തെരഞ്ഞെടുത്ത കുളത്താണി പാടശേഖരത്തിനുള്ള ആദരവ് പാടശേഖര സമിതി സെക്രട്ടറി പ്രദീപ് മൂലക്കാട് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ അവിയൂർ കൃഷിഭവന് സമീപം പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈ നൽകിക്കൊണ്ട് കന്നിപ്പന്തൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീറ, മുനാഷ് മച്ചിങ്ങൽ, മുബീന സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സഫീന നജീബ്, സുബൈദ പാലക്കൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ RV മുഹമ്മദ് കുട്ടി, പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, CDS ചെയർപേഴ്സൺ നസിയ ഖാദർ,
പഞ്ചായത്ത് സെക്രട്ടറി ഹർഷ തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും കർഷകരും പങ്കെടുത്തു. മികച്ച നെൽകർഷകൻ രമണി ഷൺമുഖൻ, സമ്മിശ്ര കർഷകൻ മുരളീധരൻ വാക്കയിൽ, രാമച്ച കർഷകൻ സി അഷ്റഫ്, പച്ചക്കറി കർഷകൻ MK അബ്ദുൾ സത്താർ, മികച്ച അയൽക്കൂട്ടം സമൃദ്ധി അവിയൂർ, യുവകർഷകൻ OR ലെനിൻ, കർഷക തൊഴിലാളി MA സുബ്രൻ, ജൈവ കർഷകൻ ഉമ്മർ കടയിൽ, മുതിർന്ന കർഷകൻ അബൂബക്കർ രായമരക്കാർ വീട്ടിൽ, കേര കർഷകൻ കുഞ്ഞുഹാജി ബ്ലാഹയിൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു. ചൂണ്ടൽ മേലേക്കാവ് ക്ഷേത്രത്തിൽ 9 ദിവസമായി നടന്നു വന്നിരുന്ന ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞത്തിന് സമാപനമായി. യജ്ഞശാലയിൽ 18 ദ്രവ്യങ്ങൾ കൊണ്ടുള്ള നിറപറ സമർപ്പണം നടന്നു. വാസുദേവൻ വാളേരി, സനില വാസുദേവൻ എന്നിവർ യജ്ഞശാലയിൽ ദേവി ഭാഗവത പാരായണത്തിന് നേതൃത്വം നൽകി. ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞത്തിന്റെ ഭാഗമായി സമാപന ദിവസം തായങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പ്രദക്ഷിണം നടത്തി. യജ്ഞശാലയിൽ തിരിച്ചെത്തി ദേവിക്ക് അഭിഷേകം നടത്തി. ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞം നടന്ന 9 ദിവസവും ഭക്തജനങ്ങൾക്ക് പ്രാതലും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും സന്ധ്യയ്ക്ക് ഔഷധക്കഞ്ഞിയും ഉണ്ടായിരുന്നു. 100 കണക്കിന് ഭക്തരാണ് യജ്ഞത്തിൽ പങ്കെടുക്കാനെത്തിയത്. കുനമുച്ചി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്കുള്ള ഓണക്കോടി വിതരണം നടത്തി. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യാതിഥിയായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പാലിയേറ്റീവ് സിസ്റ്റർ സരള, കൂനമുച്ചി പൗരസമിതി പ്രസിഡന്റ് മാർട്ടിൻ കൂനമുച്ചി, പൗരസമിതി അംഗം ജോയ് കൂനമുച്ചി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുന്നൂർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദീർഘകാലമായി പൂജാരിയായി സേവനം അനുഷ്ഠിച്ചിരുന്ന നാരായണൻകുട്ടി തിരുമേനിക്ക് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. വാർദ്ധക്യ സഹജമായ ശാരീരിക പ്രയാസമുള്ളതിനാലാണ് സേവനം മതിയാക്കി ക്ഷേത്രത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ് നാരായണൻകുട്ടിയുടെ പിതാവ് പിരിഞ്ഞുപോയ ഒഴിവിലേക്കാണ് തിരുമേനി പൂജാരിയായി സേവനം തുടങ്ങിയത്. അവസാന ദിവസം പ്രഭാത പൂജ നടത്തിയാണ് നാരായണൻകുട്ടി നമ്പൂതിരി സ്ഥാനം ഒഴിഞ്ഞത്. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനക്കൽ ശശിധരൻ ഭട്ടതിരിയുടെ ആശീർവാദത്തോടെ ഭരണസമിതിയും ഭക്തജനങ്ങളും ചേർന്ന് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ ക്ഷേത്രം വകയും കുടുംബങ്ങൾ നേരിട്ടും തിരുമേനിക്ക് സഹായനിധി കൈമാറി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. രാജൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. സുനിൽ പാറക്കാട്ട്, രാജേഷ് കരുവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ സ്വാഗതവും പുഷ്പാകരൻ പാറക്കാട്ട് നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ അണ്ടർ 14 ഫുട്ബോൾ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഹഫീസിനെ അകലാട് MIC സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മികച്ച പ്രകടനത്തിലൂടെ ജില്ലാ ടീമിൽ ഇടം നേടിയ ഹഫീസ് MIC സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അനുമോദന ചടങ്ങിൽ മാനേജ്മെന്റ് അംഗങ്ങളും PTA പ്രതിനിധികളും അധ്യാപകരും പങ്കെടുത്തു. സ്കൂൾ സെക്രട്ടറി PP ഹാഷിം പൊന്നാട അണിയിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് 3 സ്റ്റാർ കുഞ്ഞുമുഹമ്മദ് ഹാജി, മാനേജർ കബീർ ഫൈസി, അക്കാദമിക് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ സലാം ബ്ലാങ്ങാട്, പ്രിൻസിപ്പൽ ഫിജുല, PTA പ്രസിഡന്റ് ഷാഫി എടക്കഴിയൂർ എന്നിവരും മറ്റു PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും പങ്കെടുത്തു. എടക്കഴിയൂർ സിദി സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 1989 ബാച്ച് കൂട്ടായ്മയുടെ സ്നേഹക്കൂട് സഹപാഠി സംഗമവും പുരസ്കാര വിതരണവും നടത്തി. പെരിയമ്പലം ബീച്ചിലെ അൽ ഹദീർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം തുഫൈൽ പൊന്നേത്ത് ഉദ്ഘാടനം ചെയ്തു. PM ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും PC ഇബ്രാഹിം അനുസ്മരിച്ചു. CV സുരേന്ദ്രൻ, ഹംസ മാസ്റ്റർ, ഹൈദർ, TM ബിന്ദു, PD ജയരാജൻ, PK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാച്ച് അംഗങ്ങളുടെ മക്കളെയും ജില്ലാതല കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച 3 പ്രതിഭകളെയും വിവാഹം കഴിഞ്ഞ് 28 വർഷങ്ങൾക്കു ശേഷം ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനായ ബാച്ചിലെ അംഗം ധർമ്മനെയും കുടുംബത്തെയും പ്രത്യേകമായി ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ക്വിസ് മത്സരവും വിവിധ കലാപരിപാടികളും ഉണ്ടായി. വയലത്തൂർ ഇടവകയുടെ പാരിഷ് ഡയറക്ടറി പ്രകാശനം ചെയ്തു. വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് വാഴപ്പള്ളിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. കൈക്കാരന്മാരായ വിൻസെന്റ്, ജോസ്, ബിജു എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,290 രൂപ,
പവന് 1,14,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം ചൂണ്ടൽ വീട്ടിൽ അന്തോണി നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം ചൂണ്ടൽ സാൻതോം പള്ളി സെമിത്തേരിയിൽ നടത്തി. ലിസി ഭാര്യയും അജി ബിജി എന്നിവർ മക്കളുമാണ്. പോർക്കുളം വീട്ടിൽ പരേതനായ ബാലന്റെ മകൻ രാജേഷ് നിര്യാതനായി 49 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സിന്ധുവാണ് ഭാര്യ. ശിവാനി, ശ്രീബാല എന്നിവർ മക്കളാണ്. കുന്നംകുളം ടാക്സി സ്റ്റാൻഡിലെ ടെമ്പോ ട്രാവലർ ഡ്രൈവറാണ് പരേതൻ. കടവല്ലൂർ കല്ലുംപുറം കുണ്ടുകുളങ്ങര പരേതനായ ചാക്കുവിന്റെ മകൻ ജേക്കബ് നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ലിസയാണ് ഭാര്യ. ജസ്റ്റിൻ, ലീജ എന്നിവർ മക്കളാണ്. തയ്യൂർ അറങ്ങാശ്ശേരി വീട്ടിൽ പരേതനായ ലോനപ്പൻ ഭാര്യ റോസ നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നടത്തി. ജോണി, ഫ്രാൻസിസ്, ആൻസി, തോമസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൃദ്ധിയുടെ നിറകതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ഇല്ലനിറയുടെ തുടർച്ചയായ തൃപ്പൂത്തിരി ഓഗസ്റ്റ് 30 ആഘോഷിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർപേഴ്സണ് ഊഷ്മളമായ അനുമോദനമൊരുക്കി നഗരസഭാംഗങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.